മനുഷ്യരാശി ഭൂമിയിലുണ്ടായ കാലം മുതൽ ബഹിരാകാശത്തിനെ നിരീക്ഷിക്കുന്നുണ്ട്. ടെലസ്കോപ്പും റേഡിയോ സംവിധാനങ്ങളും ഒന്നുമില്ലാതിരുന്ന കാലത്തിൽ ബഹിരാകാശത്തിൽ കാണുന്ന വസ്തുക്കളെയെല്ലാം നമ്മൾ ഗ്രഹങ്ങളായിട്ടാണ് പരിഗണിച്ചിരുന്നത്. സൂര്യനും ചന്ദ്രനുമൊക്കെ അന്ന് നമുക്ക് ഗ്രഹങ്ങളായിരുന്നു. അങ്ങനെ 100 കണക്കിന് ഗ്രഹങ്ങളെയാണ് നമ്മൾ സൗരയൂഥത്തിൽ കണ്ടെത്തിയത്. എന്നാൽ കാലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ബഹിരാകാശത്തിനെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ആകാശത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും ഒരേ തരത്തിലുള്ള വസ്തുക്കളല്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ബഹിരാകാശ വസ്തുക്കളെ നമ്മൾ പല ഗണങ്ങളായിട്ട് തരം തിരിക്കാൻ ആരംഭിച്ചു. അങ്ങനെ സൂര്യനെ നമ്മൾ നക്ഷത്രമായിട്ടും ചന്ദ്രനെ ഉപഗ്രഹമായിട്ടും പിന്നീട് തീരെ ചെറിയ വസ്തുക്കളെ നമ്മൾ ആസ്ട്രോയിഡ്സ് ആയിട്ടും പരിഗണിച്ചു. എന്നിട്ടും നമ്മുടെ ടെക്നോളജികൾ മെച്ചപ്പെടുന്നതിനനുസരിച്ച് സൗരയൂഥത്തിൽ നമ്മൾ വീണ്ടും പുതിയ ഗ്രഹങ്ങളെ കണ്ടെത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒടുവിൽ 2006 ബഹിരാകാശ വസ്തുക്കളെ വേർതിരിക്കാൻ ഡ്വാർഫ് പ്ലാനറ്റ്സ് എന്ന പുതിയൊരു പട്ടിക കൂടെ കൊണ്ടുവന്നു. അങ്ങനെ പ്ലൂട്ടോ ഉൾപ്പെടെയുള്ള പല ബഹിരാകാശ വസ്തുക്കളുടെയും സ്ഥാനം കുള്ളൻ ഗ്രഹം എന്ന നിലയിലേക്ക് താണു. തീർച്ചയായും ബഹിരാകാശ പഠനത്തിന്റെ പുരോഗതിക്ക് അത്തരം മാറ്റങ്ങൾ അനിവാര്യമാണ്. എന്നാൽ അങ്ങനെ തരം താഴ്ത്തി പ്ലൂട്ടോയെ അപമാനിച്ചുവെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുക, ചരിത്രത്തിൽ മറ്റൊരു ഗ്രഹത്തിനു സംഭവിച്ചതിന്റെ അത്ര അപമാനമൊന്നും വേറെ ഒരു ഗ്രഹത്തിനും ഉണ്ടായിട്ടില്ല. അതാണ് പ്ലാനറ്റ് വൾക്കൻ. അത് മെർക്കുറിക്കും അപ്പുറത്ത് സൂര്യന്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഗ്രഹമാണ്. പല ജ്യോതിശാസ്ത്രജ്ഞരും പല തവണ അതിനെ നിരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്നാൽ അത്തരം ഒരു ഗ്രഹം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ബാക്കി വസ്തുക്കളെയൊക്കെ മറ്റൊരു തരത്തിലേക്ക് മാറ്റിയപ്പോൾ ഈ ഗ്രഹത്തിനെ നമ്മൾ നിലനിൽപ്പിൽ നിന്നും തന്നെ എടുത്തു മാറ്റി. അപ്പോൾ ശരിക്കും എന്താണ് പ്ലാനറ്റ് ഫാൽക്കൺ? അത് നിലനിൽക്കുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് അതിനെ പല തവണ കണ്ടിട്ടുള്ളത്? പല നൂറ്റാണ്ടുകളോളം കാലം ജ്യോതിശാസ്ത്രജ്ഞരെ എല്ലാം ആശയക്കുഴപ്പത്തിലാക്കിയ നിഗൂഢമായ പ്ലാനറ്റ് ഫാൽക്കന്റെ കഥ എന്താണെന്ന് നമുക്ക് നോക്കാം. സൗരയൂഥത്തിലെ ഏറ്റവും അവസാനത്തെ 2 ഗ്രഹങ്ങളായ യുറാനസും നെപ്റ്റ്യൂണും ഒഴികെ ബാക്കി എല്ലാ ഗ്രഹങ്ങളെയും പുരാതന കാലം മുതലേ തന്നെ മനുഷ്യർ കാണുന്നുണ്ടായിരുന്നു. പുരാതന കാലം എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മുതൽ. കാരണം ബാക്കി 5 ഗ്രഹങ്ങളെയും ഭൂമിയിൽ നിന്ന് നഗ്നനേത്രങ്ങളാൽ തന്നെ കാണാൻ പറ്റും. പക്ഷേ അവയെല്ലാം ഭൂമിയെ പോലെ സൂര്യന് ചുറ്റും വലം വയ്ക്കുന്ന വസ്തുക്കളാണെന്ന് തിരിച്ചറിഞ്ഞത് പിൽക്കാലങ്ങളിലാണ്. അവസാനത്തെ 2 ഗ്രഹങ്ങളെയും താരതമ്യേന വളരെ അടുത്ത കാലത്തിലാണ് കണ്ടുപിടിച്ചത്. 1781 അതായത് 18ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് ജർമ്മൻ ബ്രിട്ടീഷ് ജ്യോതിശാസ്ത്രജ്ഞനായ വില്യം ഹെർഷൽ യുറാനസിനെ കണ്ടുപിടിച്ചത്. ശേഷം 1846 അവസാനത്തെ ഗ്രഹമായ നെപ്റ്റ്യൂണിനെ കണ്ടുപിടിച്ചത്. നെപ്റ്റ്യൂണിന്റെ കണ്ടുപിടുത്തം ശാസ്ത്രലോകത്തിൽ വലിയൊരു വിസ്മയം തന്നെയായിരുന്നു. കാരണം അർബേനിലെ വെറിയർ എന്ന ഒരു ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞൻ നെപ്റ്റ്യൂണിനെ കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ അതിന്റെ സ്ഥാനം എവിടെയായിരിക്കുമെന്ന് കൃത്യമായിട്ട് പ്രവചിച്ചു. അദ്ദേഹത്തിന്റെ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജോൺ ഗെയിൽ എന്ന ജർമ്മൻ ആസ്ട്രോണമർ നെപ്റ്റ്യൂണിനെ കണ്ടുപിടിച്ചത്. അത് കൃത്യമായി വെറിയർ പ്രവചിച്ച സ്ഥാനത്ത് തന്നെയാണ് നിലനിന്നത്. വെറും കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അദ്ദേഹം ഈ പ്രവചനം നടത്തിയത്. യുറാനസിന്റെ ഭ്രമണപഥം ശ്രദ്ധിച്ചപ്പോൾ അതിലെന്തോ കുഴപ്പമുള്ളതായിട്ട് വെറിയറിന് തോന്നി. എന്തെന്നാൽ അതിന്റെ ഭ്രമണപഥം ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമങ്ങളെ പൂർണ്ണമായും അനുസരിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ചിലപ്പോഴത് സഞ്ചരിക്കുന്ന വേഗത കൂടുകയും പിന്നെ കുറച്ചു നാളുകൾക്ക് ശേഷം വേഗത കുറയുകയും ചെയ്യും. യുറാനസിനു പിന്നിൽ മറ്റൊരു ഗ്രഹവും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ യുറാനസിന്റെ ഈ വിചിത്രമായ ഭ്രമണപഥത്തിനെ സാധൂകരിക്കുവാനാവുകയുള്ളൂവെന്നാണ് വെറിയർ പറഞ്ഞത്. അതായത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പിന്നിലുള്ള ഗ്രഹം ഭ്രമണപഥത്തിൽ യുറാനസിന് മുന്നിലെത്തുമ്പോൾ അതിന്റെ ഗ്രാവിറ്റി പിടിച്ചു വലിക്കുന്നത് കാരണം യുറാനസിന്റെ വേഗത കൂടും. എന്നാൽ പിന്നിലുള്ള ഗ്രഹം ഭ്രമണപഥത്തിൽ യുറാനസിന്റെ പിന്നിലാകുമ്പോൾ വീണ്ടും അവിടെ അതിന്റെ ഗ്രാവിറ്റി പിടിച്ചു വലിക്കുന്നത് കൊണ്ട് യുറാനസിന്റെ വേഗത കുറയും. ഈ പ്രതിഭാസത്തിനനുസരിച്ച് അദ്ദേഹം കണക്കുകൂട്ടലുകൾ നടത്തുകയും ആ പിന്നിലുള്ള ഗ്രഹത്തിനെ, അതായത് സൗരയൂഥത്തിലെ 8ാമത്തെ ഗ്രഹത്തിനെ ആകാശത്തിൽ നമുക്കെവിടെ കാണാൻ കഴിയുമെന്ന് പ്രവചിക്കുകയും ചെയ്തു. ഈ പ്രവചനം കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തായ ജോൺ ഗെയിൽ തന്റെ ടെലസ്കോപ്പും എടുത്ത് വെറിയർ പറഞ്ഞ ദിശയിലേക്ക് നോക്കാൻ തുടങ്ങി. വെറും 1 മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹം പ്രവചിച്ച ഏകദേശം അതേ സ്ഥാനത്തിൽ തന്നെ നെപ്റ്റ്യൂണിനെ ഗെയിൽ കണ്ടുപിടിച്ചു. ഇത്രയും കൃത്യമായി പ്രവചനം നടത്തിയതുകൊണ്ട് തന്നെ വെറിയറിനെ ശാസ്ത്രലോകം മുഴുവൻ വാനോളം പ്രശംസിക്കുകയും അദ്ദേഹത്തിന്റെ വിജയം ആഘോഷിക്കുകയും ചെയ്തു.
മെർക്കുറിയുടെ ഭ്രമണപഥത്തിനുള്ളിൽ വേറെയും ഗ്രഹങ്ങൾ സൂര്യനെ വലം വയ്ക്കുന്നുണ്ടെന്ന ആശയം പല നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ തന്നെ നിലനിന്നിരുന്നു. 1611 ജർമ്മൻ ആസ്ട്രോണമറായ ക്രിസ്റ്റോഫ് ഷെയ്നറാണ് ഈ ആശയത്തിന് തുടക്കമിട്ടത്. അദ്ദേഹം സൂര്യന്റെ മുന്നിലൂടെ ഒരു കറുത്ത വസ്തു പോകുന്നത് കാണുകയും അതൊരു ഗ്രഹമാണെന്ന് കരുതുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു സൺസ്പോട്ട് ആയിരുന്നു. ശേഷം 1818 ബ്രിട്ടീഷ് നിയമജ്ഞനായ കെയ്പൽ ലോഫ്റ്റ്, 1819 ഫ്രാൻസ് വോൺ, 1822 ജോൺ പാസ്ട്രോഫ്, 1838 തോമസ് ഡിക്ക്, അങ്ങനെ വ്യത്യസ്തമായ കാലഘട്ടത്തിൽ പല ജ്യോതിശാസ്ത്രജ്ഞരാണ് മെർക്കുറിക്കും അപ്പുറത്തുള്ള ഗ്രഹത്തിനെ കണ്ടെത്തിയെന്ന അവകാശവാദവുമായിട്ട് മുന്നോട്ട് വന്നത്. ഇതിൽ പാസ്റ്റോഫ് എന്ന ശാസ്ത്രജ്ഞൻ ഒത്തിരി തവണ ഒന്നിൽ കൂടുതൽ ഗ്രഹങ്ങളെ കണ്ടുവെന്നാണ് അവകാശപ്പെട്ടത്. 1846 ജാക്വസ് ബാബിനറ്റ് എന്ന ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞൻ മെർക്കുറിക്ക് മുന്നേ ഭ്രമണം ചെയ്യുന്ന ഒരു ഗ്രഹത്തിന് വൾക്കൻ എന്ന് പേരും നൽകി. റോമൻ ഐതിഹ്യങ്ങളിൽ അഗ്നിപർവ്വതങ്ങളുടെ ദേവനായിരുന്നു വൾക്കൻ. 400 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് മെർക്കുറിയുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന താപനില. അപ്പോൾ മെർക്കുറിയേക്കാൾ അടുത്തുകൂടെ സൂര്യന് ചുറ്റും ഒരു ഗ്രഹം വലം വയ്ക്കുകയാണെങ്കിൽ സൂര്യന്റെ കഠിനമായ ചൂട് കാരണം ആ ഗ്രഹത്തിന്റെ ഉപരിതലം മുഴുവൻ ചുട്ട് പഴുത്ത അവസ്ഥയിലായിരിക്കും. അതുകൊണ്ടാണ് വൾക്കൻ എന്ന പേര് തന്നെ നൽകിയത്. എന്തായാലും ഇത്രയേറെ തവണ വൾക്കനെ കണ്ടതായിട്ട് അവകാശപ്പെട്ടുവെങ്കിലും അതിന്റെ നിലനിൽപ്പ് സ്ഥിരീകരിക്കുവാൻ മാത്രം ആർക്കും സാധിച്ചില്ല. ഒടുവിൽ 1859 അതായത് നെപ്റ്റ്യൂണിനെ കണ്ടുപിടിച്ച് 13 വർഷങ്ങൾക്ക് ശേഷം വെറിയർ മറ്റൊരു പ്രവചനം കൂടെ നടത്തി. വൾക്കൻ എന്ന ഗ്രഹം എവിടെ നിലനിൽക്കുന്നുവെന്ന പ്രവചനം. അതും നേരത്തെ നെപ്റ്റ്യൂണിനെ കണ്ടുപിടിച്ച അതേ രീതിയിലാണ് പ്രവചിച്ചത്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ പ്രവചനം ശരിയായതുകൊണ്ട് തന്നെ ഇത്തവണയും അദ്ദേഹം പറഞ്ഞത് ശാസ്ത്രലോകം കേട്ടു. മെർക്കുറിയുടെ ഓർബിറ്റും ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമങ്ങളെ കൃത്യമായിട്ട് അനുസരിക്കുന്നതല്ല. അപ്പോൾ മെർക്കുറിക്ക് മുന്നിലും മറ്റൊരു ഗ്രഹമുണ്ടെന്നും അതിന്റെ ഗ്രാവിറ്റി കാരണമായിരിക്കും മെർക്കുറിയുടെ ഭ്രമണപഥം വിചിത്രമായിരിക്കുന്നതെന്നുമാണ് വെറിയർ കരുതിയത്. 1845 അതായത് നെപ്റ്റ്യൂണിനെ കണ്ടെത്തുന്നതിന് മുന്നേ ന്യൂട്ടന്റെ നിയമങ്ങളെ വെറിയർ മെർക്കുറിയുടെ ഓർബിറ്റിലും ഉപയോഗിച്ച് നോക്കി. എന്നാൽ ജ്യോതിശാസ്ത്രജ്ഞർ മെർക്കുറിയെ നിരീക്ഷിച്ചപ്പോൾ അതിന്റെ ഓർബിറ്റ് വെറിയർ കണക്കുകൂട്ടിയതുപോലെ ആയിരുന്നില്ല. തന്റെ കണക്കുകൂട്ടലുകളിൽ എന്തോ പിഴവ് സംഭവിച്ചുവെന്ന് കരുതി 1859 അദ്ദേഹം പല വർഷങ്ങളുടെ തയ്യാറെടുപ്പിന് ശേഷം വളരെ കൃത്യതയോടെ വീണ്ടും കണക്കുകൂട്ടി. പക്ഷേ അപ്പോഴും മെർക്കുറിയുടെ ഭ്രമണപഥം അദ്ദേഹം കണക്കുകൂട്ടിയതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിരുന്നു. അപ്പോൾ തന്റെ കണക്കുകൂട്ടൽ വളരെ കൃത്യമാണെന്ന് നിശ്ചയമുണ്ടായിരുന്ന വെറിയർ മെർക്കുറിക്കും അപ്പുറത്ത് മറ്റെന്തോ വസ്തു ഉണ്ടെന്നും അതിന്റെ ഗ്രാവിറ്റി പിടിച്ചു വലിക്കുന്നത് കാരണമാണ് മെർക്കുറിയുടെ ഭ്രമണപഥം നമ്മൾ കണക്കുകൂട്ടുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിരിക്കുന്നതെന്നും എന്ന നിഗമനത്തിലെത്തി. അതൊരുപക്ഷേ ഒരു ഗ്രഹമോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആസ്ട്രോയിഡുകളോ ആയിരിക്കാമെന്നാണ് വെറിയർ പറഞ്ഞത്. നെപ്റ്റ്യൂണിനെ വളരെ കൃത്യമായിട്ട് കണ്ടുപിടിച്ച ആളായതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ജ്യോതിശാസ്ത്രജ്ഞരും അദ്ദേഹത്തിന്റെ വാക്കുകൾ വിശ്വസിച്ചു. ബഹിരാകാശ നിരീക്ഷകരെല്ലാം പിന്നെ വൾക്കൻ എന്ന ഗ്രഹത്തിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമം തുടങ്ങി. അധികം താമസിക്കാതെ തന്നെ വൾക്കനെ കണ്ടുപിടിച്ചുവെന്ന അവകാശവാദവുമായി ഓരോരുത്തരായിട്ട് മുന്നോട്ട് വരാൻ തുടങ്ങി. 1859 എഡ്മണ്ട് മോഡസ്റ്റേ എന്ന ഫ്രഞ്ച് ജ്യോതിശാസ്ത്രജ്ഞൻ തന്റെ വീട്ടിലുള്ള ഒബ്സർവേറ്ററിയിലൂടെ സൂര്യന് മുന്നിലൂടെ ഒരു ചെറിയ കറുത്ത വസ്തു കടന്നു പോകുന്നത് കണ്ടുവെന്ന് അവകാശപ്പെട്ടു. അത് വെറിയറിനെ അറിയിക്കുകയും ചെയ്തു. അത് കേട്ട വെറിയർ എഡ്മണ്ടിന്റെ വീട്ടിൽ അത് നേരിട്ട് കണ്ട് തീർച്ചപ്പെടുത്തുവാൻ വേണ്ടി പോയി. എഡ്മണ്ട് തന്റെ നിരീക്ഷണം മുഴുവനായും വെറിയറിന് പറഞ്ഞുകൊടുത്തു. അത് കേട്ടപ്പോൾ എഡ്മണ്ട് പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യമായ വെറിയർ ഞങ്ങൾ 9ാമത്തെ ഗ്രഹത്തിനെയും കണ്ടെത്തിയെന്ന വാർത്ത ശാസ്ത്രലോകത്തിനെ വളരെ സന്തോഷത്തോടെ അറിയിച്ചു. ശാസ്ത്രലോകം മുഴുവൻ വീണ്ടും അത്യധികം സന്തോഷത്തോടെ വെറിയറിന്റെ കണ്ടുപിടുത്തം ആഘോഷമാക്കി. ഫ്രാൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം വരെ വെറിയറിനു ലഭിച്ചു. ഒരുപാട് വേദികളിൽ വിശിഷ്ട വ്യക്തിയായി വെറിയറിനെ ക്ഷണിക്കുകയുണ്ടായി. അന്ന് അദ്ദേഹമായിരുന്നു ഏറ്റവും വലിയ സെലിബ്രിറ്റി. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. എന്താണെന്നാൽ അദ്ദേഹം കണ്ടുപിടിച്ച ഗ്രഹത്തിനെ വേറെ ആർക്കും തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് എഡ്മണ്ട് പറഞ്ഞത് വെച്ച് വൾക്കൻ സൂര്യനിൽ നിന്നും ഏകദേശം 210 ലക്ഷം കിലോമീറ്റേഴ്സ് ദൂരത്തിലാണ് നിലനിൽക്കുന്നതെന്ന് വെറിയർ കണക്കുകൂട്ടി. അത്രയും ദൂരത്തിലൂടെയാണെങ്കിൽ എഡ്മണ്ട് അതിനെ കണ്ട സമയത്തിൽ അത് സഞ്ചരിച്ച വേഗത കൂടെ പരിഗണിക്കുമ്പോൾ ഏകദേശം 19 ദിവസങ്ങളും 17 മണിക്കൂറുകളും കൊണ്ടായിരിക്കും വൾക്കൻ ഒരു തവണ സൂര്യന് ചുറ്റും വലം വെക്കുന്നത്. ഇതെല്ലാം കണക്കുകൂട്ടിയത് കൊണ്ട് തന്നെ ഇനി അതിനെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും.
കാരണം അതിന് എവിടെ നോക്കിയാലാണ് കാണാൻ കഴിയുന്നതെന്ന് കൃത്യമായിട്ട് വെറിയറിന്റെ കാൽക്കുലേഷൻസിലൂടെ മനസ്സിലാക്കാനാകും. അങ്ങനെ വീണ്ടും ആസ്ട്രോണമേഴ്സ് ഒക്കെ അവരുടെ ടെലിസ്കോപ്പുകളെല്ലാം വൾക്കനെ നോക്കാൻ തയ്യാറാക്കി നിർത്തി. പക്ഷേ അപ്പോഴും വൾക്കനെ ആർക്കും കാണാൻ പറ്റിയില്ല. വെറിയർ അപ്പോഴാകെ കുഴപ്പത്തിലായി. ഇതിനിടയിൽ പലരും വൾക്കനെ കണ്ടെത്തി എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. പക്ഷേ ആർക്കും തന്നെ അതൊന്നും സ്ഥിരീകരിക്കുവാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ ഒരു ഗ്രഹം നിലനിൽക്കുന്നില്ല എന്ന സംശയം കൂടുതൽ ശക്തമായത് മറ്റൊരു ഫ്രഞ്ച് ആസ്ട്രോണമറായ ഇമ്മാനുവേൽ ലിയാസ് കാരണമാണ്. വൾക്കനെ എഡ്മണ്ട് കണ്ടുവെന്ന് പറഞ്ഞ സമയത്തിൽ തികച്ചും യാദൃച്ഛികമായി ഇമ്മാനുവേലും സൂര്യനെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അതും എഡ്മണ്ട് ഉപയോഗിച്ചതിനേക്കാൾ 2 മടങ്ങ് ശക്തമായ ഒരു ടെലിസ്കോപ്പിലൂടെയാണ് ഇമ്മാനുവേൽ നിരീക്ഷിച്ചത്. പക്ഷേ എഡ്മണ്ട് കണ്ടുവെന്ന് അവകാശപ്പെട്ട വൾക്കനെ ഇമ്മാനുവേലിന് കാണാൻ സാധിച്ചില്ല. ഇത് വെറിയറിന്റെ കണ്ടുപിടുത്തത്തിനെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ കാരണമായി. ഒടുവിൽ 1877 വൾക്കൻ ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുമ്പോൾ തന്നെ വെറിയർ മരണപ്പെട്ടു. അതിനുശേഷവും പലരും വൾക്കനെ കണ്ടുവെന്ന് അവകാശപ്പെട്ടു. 1878 അതായത് വെറിയറിന്റെ മരണശേഷം അടുത്ത വർഷം ഒരു സൂര്യഗ്രഹണ സമയത്തിൽ 2 പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞർ വൾക്കനെ കണ്ടുവെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. അങ്ങനെ ഒരുപാട് പേര് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്നാൽ ഒരിക്കൽ ഒരിടത്ത് കാണുന്ന വൾക്കനെ പിന്നീട് വേറെ ആരും തന്നെ അതേ സ്ഥാനത്തിൽ കണ്ടിട്ടില്ല. ഒരു കണ്ടുപിടുത്തത്തിനെ ശാസ്ത്രം അംഗീകരിക്കണമെങ്കിൽ അതിന് വളരെയേറെ അത്യാവശ്യമായ ഒരു ഘടകമാണ് റിപ്പീറ്റബിലിറ്റി. അതായത് അത് ആവർത്തിച്ച് സംഭവിക്കുന്ന ഒന്നായിരിക്കണം. ഒരിക്കൽ വൾക്കനെ കാണാൻ സാധിച്ചുവെങ്കിൽ അതേ സ്ഥാനത്തിൽ തന്നെ വീണ്ടും അതിനെ കാണണം. പക്ഷേ പല പതിറ്റാണ്ടുകളോളം കാലം നിരീക്ഷിച്ചിട്ടും വൾക്കനെ ഒരു തവണ പോലും ഒരേ സ്ഥാനത്തിൽ കണ്ടിട്ടില്ല. അതുമാത്രമല്ല, പലരും വൾക്കനെ കണ്ടുവെന്ന് അവകാശപ്പെട്ട സന്ദർഭങ്ങളെല്ലാം വീണ്ടും പുനഃപരിശോധിച്ച് നോക്കിയപ്പോൾ അതെല്ലാം ഒന്നുകിൽ മറ്റ് പല പ്രതിഭാസങ്ങളാണെന്നും അല്ലെങ്കിൽ കണക്കുകൂട്ടലുകളിലും നിരീക്ഷണങ്ങളിലും വന്ന പിഴവുകളാണെന്നും മനസ്സിലായി. ഒടുവിൽ വൾക്കൻ എന്ന നിഗൂഢതയുടെ ചുരുളഴിക്കാൻ മറ്റൊരു ബുദ്ധിമാന്റെ സഹായം വേണ്ടിവന്നു. അതാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ. പല പതിറ്റാണ്ടുകളോളം കാലം ജ്യോതിശാസ്ത്രജ്ഞരെല്ലാം വൾക്കനെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചത് വെറിയറിന്റെ കണക്കുകൂട്ടലുകൾ കാരണമാണ്. അതായത് കണക്കുകൂട്ടലുകൾ പ്രകാരം അങ്ങനെ ഒരു ഗ്രഹം തീർച്ചയായും അവിടെ ഉണ്ടായിരിക്കുക തന്നെ വേണം. അതുമാത്രമല്ല, വെറിയറിന്റെ കാൽക്കുലേഷൻസ് എല്ലാം തന്നെ വളരെയധികം കൃത്യതയുള്ളതായിരുന്നു. എന്തെങ്കിലും ഒരു കാര്യത്തിൽ അന്ധമായിട്ട് വിശ്വസിച്ച് അതിനെ കാണണമെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ നിർവാഹമില്ലാത്ത സമയങ്ങളിൽ ചിലപ്പോൾ നമുക്കതിനെ കാണാൻ സാധിക്കും. അതാണ് കൺഫർമേഷൻ ബയാസ്, അതായത് സ്ഥിരീകരണ പക്ഷപാതം. ഈ ഒരു കൺഫർമേഷൻ ബയാസിന്റെ അടിസ്ഥാനത്തിലാണ് പലരും പല തവണ വൾക്കനെ കണ്ടത്. പക്ഷെ അതൊന്നും ഒരേ സ്ഥാനത്തിലായിരുന്നില്ല. ശരിക്കും അതെല്ലാം സൺസ്പോട്ടും മറ്റ് പ്രതിഭാസങ്ങളുമായിരുന്നു. അല്ലാതെ വൾക്കനെയല്ല അവർ കണ്ടത്. കാരണം വൾക്കൻ എന്നൊരു ഗ്രഹം അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ വെറിയറിന്റെ കണക്കുകൂട്ടലുകളിലോ നിരീക്ഷണം നടത്തിയവരിലോ ഒന്നുമായിരുന്നില്ല പ്രശ്നം. മറിച്ച് വെറിയർ കാൽക്കുലേഷൻസ് നടത്താൻ ഉപയോഗിച്ച നിയമങ്ങളായിരുന്നു പ്രശ്നം. കൃത്യമായിട്ട് പറഞ്ഞാൽ ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമങ്ങളിൽ. 1915 ഐൻസ്റ്റൈൻ തന്റെ ജനറൽ റിലേറ്റിവിറ്റി സിദ്ധാന്തം പ്രസിദ്ധീകരിച്ചു. അതിൽ വളരെ കൃത്യമായിട്ട് തന്നെ പ്രപഞ്ചത്തിൽ ഗുരുത്വാകർഷണ ബലം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് വിവരിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ കാര്യങ്ങൾക്കെല്ലാം തന്നെ ന്യൂട്ടന്റെ നിയമങ്ങൾ വളരെ പെർഫെക്റ്റ് ആണ്. എന്നാൽ വളരെ തീവ്രമായ സാഹചര്യങ്ങളിൽ ന്യൂട്ടന്റെ നിയമങ്ങൾ ആകെ തകിടം മറിയും. അതുകൊണ്ടാണ് ന്യൂട്ടന്റെ നിയമങ്ങൾ ഉപയോഗിച്ച് വെറിയറിന് യുറാനസിന്റെ ഓർബിറ്റിലുള്ള കുഴപ്പം കണ്ടുപിടിക്കാൻ സാധിച്ചുവെങ്കിലും സൂര്യനെ പോലെ തീവ്രമായ ഗ്രാവിറ്റിയുള്ള ഒരു വസ്തുവിന്റെ സമീപത്ത് നിൽക്കുന്ന മെർക്കുറിയുടെ ഭ്രമണപഥത്തിലെ കുഴപ്പം മനസ്സിലാക്കാൻ പറ്റാത്തത്. എന്നാൽ ഏത് സാഹചര്യങ്ങളിലും ഐൻസ്റ്റൈന്റെ നിയമങ്ങൾ വളരെ സുസ്ഥിരമാണ്. ഐൻസ്റ്റൈന്റെ നിയമങ്ങൾ ഉപയോഗിച്ച് മെർക്കുറിയുടെ ഓർബിറ്റ് കണക്കുകൂട്ടിയ ശേഷം മെർക്കുറിയെ നിരീക്ഷിച്ചപ്പോൾ കണക്കുകൂട്ടിയതുപോലെ തന്നെയായിരുന്നു അതിന്റെ ഭ്രമണപഥം. അതുമാത്രമല്ല, ഐൻസ്റ്റൈന്റെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ മെർക്കുറിക്കും സൂര്യനും ഇടയിൽ മറ്റൊരു ഗ്രഹത്തിന് അല്ലെങ്കിൽ അത്രയും മാസ്സുള്ള ഒരു വസ്തുവിന് നിലനിൽക്കാൻ സാധിക്കില്ല. അങ്ങനെ വൾക്കൻ എന്ന ഗ്രഹം അതോടെ അവസാനിച്ചു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.